ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ ഷുർബയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ മട്ടനാണ് കേട്ടോ. മട്ടനാണ് മെയിനായിട്ട്. പിന്നെ മട്ടനും ഓട്സും കൂടി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അടിപൊളി സംഭവമാണ് കേട്ടോ. നമുക്ക് നോമ്പ് പറഞ്ഞാലൊക്കെ കഴിക്കാൻ പറ്റിയ ഈ പൊരിക്കടിയും കാര്യങ്ങളൊക്കെ കഴിക്കണേക്കാട്ടിയൊക്കെ ബെറ്ററാണ് ഈ സാധനം കഴിക്കുമ്പോൾ. നോമ്പ് പറഞ്ഞാലൊക്കെ നല്ലൊരു സുഖമാണ് ഇത് കഴിച്ച് കഴിഞ്ഞാൽ. ഈ ദാഹം അങ്ങനത്തെ പ്രശ്നങ്ങൾ, ക്ഷീണമൊക്കെ കുറേ കഴിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു കുറവുള്ള മാതിരി തോന്നും. അപ്പോൾ ഇതിന് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഈ ഒരു സവാള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം. മട്ടൻ വേവണ ഒരു ടൈമായിട്ട് അതിനാവശ്യമുള്ളൂ. ഈ മട്ടനായിട്ടും ചിക്കനായിട്ടൊക്കെ ഉണ്ടാക്കുക. മട്ടനായിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതിൽ വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു സവാള, ഒരു തക്കാളി, അതേപോലെ ഒരു 4-5 വെളുത്തുള്ളി, പിന്നെ ഈ ഷുർബ മസാല ഉണ്ട്. ഷുർബ മസാലയാണ് ഈ കുപ്പിയിലുള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ടേസ്റ്റ്. അതിൻ്റെ ടേസ്റ്റായിട്ട് വരുന്നത് അതാണ്. പിന്നെ മാഗി ക്യൂബൊക്കെ ഉണ്ട്. മാഗി ക്യൂബും ഡ്രൈ ലെമണൊക്കെ നമുക്ക് ഓപ്ഷണലാണ് കേട്ടോ. ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഒലീവ് ഓയിലൊക്കെ ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഒരു കറക്റ്റ് ടേസ്റ്റിൽ വരുമ്പോൾ ഈ മാഗി ക്യൂബൊക്കെ ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. പിന്നെ ഒലീവ് ഓയിലിൽ ഉണ്ടാക്കുമ്പോഴും അത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ കുക്കർ വെച്ചതിന് ശേഷം ഒലീവ് ഒഴിക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം പിന്നെ സവാള ഇടുക. കൂടുതൽ വഴറ്റൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് എന്നിട്ട് അധികം നേരം വാടൊന്നും വേണ്ട. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇടരുത്, ഹൈ ഫ്ലെയിമിൽ ഇടുക കേട്ടോ. സവാള അങ്ങനെ കുഴയരുത്. ഓക്കെ, ഒരു എന്താ പറയുക, കൂടുതൽ ഇങ്ങനെ എണ്ണയിൽ കിടന്ന് വയലൊന്നും വേണ്ട. വെളുത്തുള്ളി ഇടുക. അത് കഴിഞ്ഞാൽ തക്കാളി ഇടുക. പെട്ടെന്ന് ചെയ്യുക. ചിലവർ ഇതെല്ലാം കൂടി ഒന്നിച്ച് തന്നെ വെക്കും കേട്ടോ. ഞാനിങ്ങനെയാണ് വെക്കാറുള്ളത്. തക്കാളി ഇട്ട് പിന്നെ മാഗി ക്യൂബ് ഇടട്ടോ. ഇതുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ഈ ഷുർബ മസാല ഇടുക. സൗദിയിലൊക്കെ കിട്ടും കേട്ടോ. ഷുർബ മസാല എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും. നാട്ടിൽ കിട്ടുമോയെന്ന് എനിക്കറിയില്ല. സൗദിയിൽ നിന്ന് കിട്ടലുണ്ട്. പിന്നെ മട്ടനും ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട്, ഇറച്ചി വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇത് അടച്ച് വെച്ച് വേവിക്കട്ടോ. ഒരു 5-6 വിസിൽ, 4 വിസിൽ ശരിക്ക് മട്ടൻ വേവാൻ ഒരു 4-6 വിസിലോളം മതിയല്ലോ. പക്ഷേ ഈ മട്ടൻ നന്നായി വേവണം കേട്ടോ. ഈ ലെമൺ ഇപ്പോഴല്ല ഇട്ടിട്ടുണ്ട്. ഈ ബ്ലാക്ക് ലെമൺ ഇടേണ്ടത് ഇത് മട്ടൻ കുക്കായതിൻ്റെ ശേഷം എൻ്റെ അടുത്ത് നിന്ന് അതിലേക്ക് വീണതാണ്, പ്ലേറ്റിൽ നിന്ന് വീണതാണ്. ഇത് മട്ടൻ കുക്കായതിൻ്റെ ശേഷമാണ് ലെമൺ ഇടേണ്ടത്. പിന്നെ ഞാൻ എടുക്കാനും നിന്നില്ല. പിന്നെ അത് വെന്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും ലെമണൊന്നും അതിൽക്കാണ്ട് കൂടുതൽ സോക്കായിരുന്നു. പക്ഷേ ടേസ്റ്റിന് കൂടുതൽ വ്യത്യാസമൊന്നുമില്ല. ചെറിയൊരു വ്യത്യാസം ലെമണിൻ്റെ ഒരു ചെറിയൊരു ഇത് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ. സാധാരണ ഞാൻ മറ്റേ കോലത്തിലാണ് ഇടാറുള്ളത്. അങ്ങനൊരു ആദ്യം ഒരു 6 വിസിൽ ഞാൻ അടിച്ചപ്പോൾ വെന്തൊക്കെ വെച്ചാൽ നല്ല എള്ളുമണ്ണ് വേറിട്ടുന്ന രീതിയിൽ വേവണത്. അപ്പോഴാണ് എന്താ പറയുക, ഓട്സൊക്കെ അങ്ങനെ നമുക്കങ്ങോട്ട് വായിലിട്ട് അലിഞ്ഞാണ്ട് പോവുള്ളൂ. അപ്പോൾ ഞാനൊരു 8 വിസിലൊക്കെ വന്നപ്പോൾ കറക്റ്റ് പാകമായിട്ടാണ്. ഈ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ഓട്സ് ഒന്ന് സോക്ക് ചെയ്ത്. മട്ടന് ഇന്ന് ടൈമില്ലെങ്കിൽ അത് ചെയ്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ തിളച്ച ഇതായിരിക്കുമല്ലോ ഈ മട്ടൻ. അപ്പോൾ അതിലേക്ക് വെള്ളത്തേക്ക് ഈ ഓട്സ് ഇടുമ്പോൾ ചിലപ്പം കട്ട കുത്തും. അപ്പോൾ അത് കട്ട കുത്താതിരിക്കാനാണ് നമ്മളിതിൽ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ അത് വെച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ ബാക്കിയുള്ള പണി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വന്നിട്ടാണ് കുറേ ടൈം കഴിഞ്ഞതിന് ശേഷം. മട്ടൻ വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ തിളച്ച വെള്ളമായിട്ട് ഒഴിച്ചത്.
തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എത്ര സാധനം വേണ്ടതെന്ന് വെച്ചാൽ ആ പാകത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം തിളച്ചതിന് ശേഷം ഒന്നും കൂടി തിളച്ചതിന് ശേഷം ഈ ഓട്സ് ഇടുക. ഓട്സ് ഇടുക കേട്ടോ. കൂടുതൽ ഓട്സ് ഇടരുത്, കാരണം ഒരു പാകത്തിനൊക്കെ ഓട്സ് ഇടാൻ പാടുള്ളൂ. ഞാനിപ്പോൾ ഇതിൽക്കൊരു 6-7 സ്പൂണൊക്കെ ആയിട്ടാണ് ഓട്സ് എടുത്തത്. ഇവിടെ മക്കൾക്കൊന്നും അങ്ങനെ കൂടുതൽ കട്ടി ഇഷ്ടമല്ല കേട്ടോ, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതൊരു പാകത്തിനുള്ളൊരു കട്ടി ആവും. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഈ ഒരു പാകത്തിൽ എടുത്താൽ നല്ല ടേസ്റ്റാണ് സംഭവം. ഇപ്പോൾ ഒരു പാകം നമ്മൾക്ക് കഴിക്കാനുള്ള ചൂടോടെയാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്.